ലോകമെന്ന് ഒരു പറഞ്ഞ കല നിറഞ്ഞ അറിവിനെ നീ അറിയുക, പറയുക, പോരാടുക, ചിന്ത ചീന്തി മൂർച്ചയേകി തിന്മയെ തകർക്കുക നീ. ലോകമേ നിങ്ങളൊന്നിങ്ങ് ശ്രദ്ധിക്ക്, നിങ്ങ നമ്മ എല്ലാരും ഒന്നിക്ക്. ബീഡിയല്ല പ്രശ്നം, ഇവിടെ നീതി വേണം, ജോലി വേണം. ബീഡിയല്ല പ്രശ്നം, ഇവിടെ നീതി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ട്രേഡൊന്നും എടുത്തിട്ടില്ല. ഇന്ന് ഞാൻ ഇപ്പോൾ രാവിലെ മുതലേ ഇരിക്കുമ്പോൾ ഞാൻ 2 ലെവൽസ് വരച്ച് വെച്ചിട്ടുണ്ട്. ഒന്നെങ്ങനെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രീവിയസ് ഒരു ലാസ്റ്റ് ഒരു സെല്ലിങ് വന്ന ആ ഒരു ഏരിയ മുതൽ അതിൻ്റെ ഒരു 50-60% ഇവിടെ ഒരു ബോക്സ് ഞാൻ വരച്ചിട്ടുണ്ട്. 50-60 ഞാൻ എൻ്റെ ഒരു മിസ്റ്റേക്കാണ്. 50-60% ഒരു ബോക്സ് ഞാൻ ഇവിടെയും വരച്ച് വെച്ചിട്ടുണ്ട്. പ്ലാൻ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 60 ലെവലിൽ എന്തെങ്കിലും റിജക്ഷൻ വരുമ്പോൾ താഴത്തേക്ക് സെല്ലിൻ്റെ ഒരു ഓപ്ഷൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇവിടുന്ന് സെല്ല് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പിന്നെ ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം കുറച്ച് ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെയും പറയാം ഇവിടെ ബയേഴ്സിനെ ട്രാപ്പ് ചെയ്തതാണ്. പക്ഷെ ഇത് വരുന്നില്ല, അതുവരെ വരുന്നില്ല. അപ്പോൾ ആ ടൈമിൽ ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവിടെ കുറച്ച് സംഭവങ്ങൾ കണ്ടു. ഈ നമ്മുടെ ട്രെൻഡിങ് ഓയിൽ ബാങ്ക് നിഫ്റ്റിയുടെ ട്രെൻഡിങ് ഓയിൽ നോക്കുമ്പോൾ രാവിലെ കോളും പുട്ടും ഏകദേശം ചെറിയൊരു ഡിഫറൻസിൽ പിന്നെ അതിങ്ങനെ കൂടി, രണ്ടും ഒരുമിച്ചാണ് കൂടിയത്. എന്നിട്ട് പുട്ട് കുറച്ച് മുകൾക്ക് പോയി, പുട്ട് സെല്ല് ചെയ്ത ആൾക്കാർ കുറച്ച് കൂടി, അപ്പോൾ കോൾ കുറച്ച് കുറഞ്ഞു, രണ്ടും ഒരുമിച്ച് കയറി വന്നു. ഇപ്പോൾ കോളാണ്. ഇപ്പോൾ ഇങ്ങനത്തെ ദിവസങ്ങളില്ലേ ഈ പാറ്റേൺ ഇങ്ങനത്തെ ഈ ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ ഇത് ഫുൾ നമ്പേഴ്സാണ്. പക്ഷേ ഇങ്ങനെ ഈ എന്താ കയറ് പോലെ ഇൻ്റർടൈൻ ചെയ്ത് പോകുന്ന ദിവസങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ ദിവസങ്ങളാണ് ഈ ഇങ്ങനെ സൈഡ് വൈസ് ആയിട്ട് പോകുന്ന ദിവസങ്ങൾ. ഇത് ഒരെണ്ണം. ഇതിപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇങ്ങനെ കയറായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കോൾ റൈറ്റേഴ്സ് താഴത്തേക്ക് മാർക്കറ്റിനെ പുഷ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലുള്ളതാണ് ഇപ്പോൾ ഇതിൽ കാണുന്നത്. നേരെ ഇതേ ടൈമിൽ നമ്മൾ ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ പുട്ടാണ് കൂടുതൽ, മാർക്കറ്റിനെ മുകൾക്ക് പുഷ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അതും എന്താ പറയുക, മുകൾക്ക് പോകുന്ന സ്റ്റഡി ആവുന്ന രണ്ടും ഒരേപോലെ ഒരു എന്താ പറയുക, ഒരു റെയിൽവേ ട്രാക്കൊക്കെ പോലെ നേരെ അങ്ങനെ പോവുകയാണ്. ഒരു ട്രാക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോകുന്ന പോലെ. അപ്പോൾ ഓവറോൾ എന്താ, രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല. രണ്ടും തമ്മിലൊരു ബന്ധമില്ല. അത് തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് ഈ ലെവലിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇവിടുന്ന് സെല്ല് ചെയ്യാനുള്ള ഒരു പ്ലാനിൽ നിൽക്കുകയായിരുന്നു. സെല്ല് ചെയ്യാൻ ഞാൻ ഇവിടെ പുട്ട് സൈഡിലുള്ള 2 ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രീമിയത്തിലാണെന്നുണ്ടെങ്കിൽ പ്രീമിയത്തിൽ ഇവിടെ ഈ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ. പക്ഷേ ഇവിടെ ഇതിൻ്റെ അടിയിൽ പിന്നെയും കുറേ ലോസും സംഭവങ്ങളൊക്കെ ക്ലിയർ ഔട്ട് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ എന്തായാലും പൊസിഷൻ എടുത്തിട്ടില്ല. ഇന്ന് മോർണിംഗിൽ തന്നെ പൊസിഷൻ കിട്ടുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. നോക്കട്ടെ, എന്തായാലും വേറെ എന്തെങ്കിലും നല്ല സെറ്റപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. നമുക്ക് എന്താ കാണേണ്ടതെന്നെല്ലാം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ ഇപ്പോൾ താഴത്തേക്കാണ് വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൾ സൈഡ് റൈറ്റ് ചെയ്ത ആൾക്കാർ, ഷോർട്ട് ചെയ്ത ആൾക്കാർ മുകൾക്ക് പോകണം. അതേ ടൈമിൽ പുട്ട് സൈഡിൽ ഷോർട്ട് ചെയ്ത ആൾക്കാർ എക്സിറ്റ് ചെയ്ത് പോകും വേണം, ഷോർട്ട് കവർ ചെയ്തിട്ട് പോകും വേണം. പുട്ട് സൈഡിൽ നിന്ന് ഷോർട്ട് കവറിങ് വരണം, കോൾ സൈഡിൽ ലോങ് ബിൽഡപ്പോ അങ്ങനെ എന്തെങ്കിലും ഷോർട്ട് ബിൽഡപ്പ് വരും വേണം. എന്നാലേ നമുക്ക് ഒരു ഡയറക്ഷൻ കിട്ടുള്ളൂ. ഇതിപ്പോൾ ഒരേപോലെ ഇത് മുകൾക്ക് ഇങ്ങനെ കയറി പോകുക പറഞ്ഞു കഴിഞ്ഞാൽ കോളും പുട്ടും ഒരേ രീതിയിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരേ രീതിയിൽ ഇങ്ങനെ മുകൾക്ക് കയറിക്കൊണ്ടിരിക്കുക പറഞ്ഞാൽ നമുക്കൊരു ഡയറക്ഷനില്ല, 2 സൈഡിലും ഒരേപോലെ സ്ട്രെങ്ത്ത് വരികയാണ്. അപ്പോൾ ഇങ്ങനെ 2 സൈഡിൽ നിന്ന് ഇവിടുന്ന് ആൾക്കാർ താഴത്തേക്കും പുഷ് ചെയ്യും, ഇവിടുന്ന് ആൾക്കാർ മുകൾക്കും പുഷ് ചെയ്യും. അപ്പോൾ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കും. അവൻ ഇവിടെ എന്തെങ്കിലും ഒരു ട്രാപ്പ് നോക്കും, എവിടെയെങ്കിലും ഒരു ട്രാപ്പിൻ്റെ സിറ്റുവേഷൻ വരുന്നുണ്ടോ എന്ന് നോക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് ഇത് രണ്ടും സെയിം ഡയറക്ഷനിലാവണം. ഇപ്പോൾ ഇതിൽ കോളാണ് കൂടുതൽ, ഇതിൽ പുട്ടാണ് കൂടുതൽ. ഈ രണ്ടും കൂടി എപ്പോഴാണോ നമ്മുടെ സെയിം ഡയറക്ഷനിൽ വരുന്നത് അപ്പോഴും ഒരു ട്രേഡ് എടുക്കുള്ളൂ കേട്ടോ. ഓക്കെ, ഞാൻ 2 പൊസിഷൻ എടുത്തിട്ടുണ്ട്. എൻ്റെ സൂപ്പർ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ മുകളിലും താഴത്തും ഈ ഡേൻ്റെ ഹൈയും ലോ മാർക്ക് ചെയ്തു. എന്നിട്ട് ഏത് സൈഡിലാണോ ബ്രേക്ക് ആവുന്നത്, ബ്രേക്ക് ഔട്ട് വരുന്നത്, ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു ട്രേഡ് ആണ് ഞാൻ പ്ലാൻ ചെയ്തത്. ഇപ്പോൾ ഇവിടെ ബ്രേക്ക് ഔട്ട് വന്നു, താഴത്തേക്ക് ആണ് വന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു കോൾ പൊസിഷൻ മുകളിലേക്ക് എടുത്തിട്ടുണ്ട്, രണ്ടിലും ഒരേപോലെ തന്നെ. അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയ ലോസിലാണ് നിൽക്കുന്നത്, ഒരു 400 ഈച്ച്, രണ്ടിലും ഒരു 400 ലോസ് വരുന്നുണ്ട്.
നോർമലായിട്ട് നമ്മുടെ എസ് എൽ എത്ര വെക്കുന്നത് വെച്ചാൽ അതേപോലെ എസ് എല്ലും വെച്ചിട്ടുണ്ട്. ഒരു 50 പോയിന്റ് ബാങ്ക് നിഫ്റ്റിയിലും ഒരു 10 പോയിന്റ് എന്താ പറയുക നിഫ്റ്റിയിലും പോയിന്റ് വെച്ചിട്ടുണ്ട്. ഇനി നോക്കാം എന്താവുന്നു. ഓക്കെ, എൻ്റെ പ്ലാൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാലേ, ഇപ്പോൾ പ്രീവിയസ് ഡേ ഹൈ ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ ആദ്യം പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ ഹൈ ബ്രേക്ക് ചെയ്ത് ഇവിടെ ഒരു ട്രാപ്പ് ഉണ്ടാവുകയാണെങ്കിൽ താഴത്തേക്ക് വരും. പക്ഷേ ഹൈ ബ്രേക്ക് ചെയ്യാതെ തിരിച്ച് താഴത്തേക്ക് വന്നപ്പോൾ തിരിച്ച് മുകളിൽ തന്നെ പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ഈ ഈ ഈ ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോകുമ്പോൾ മുകളിലേക്കുള്ളൊരു മൂവിനാണ് ഇതാക്കിയത്. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ആയിട്ട് എൻ്റർ ചെയ്തിട്ടൊരു എസ് എൽ ഇവിടെ വെച്ചിരുന്നു. അപ്പോൾ കറക്റ്റ് ഈ ലോ ബ്രേക്ക് ചെയ്ത് കുറച്ച് താഴത്തേക്കായിട്ടാണ് ഞാൻ കറക്റ്റ് കുറച്ച് ബ്രേക്ക് ഇവൺ വരെ പോയി, പിന്നെ വന്നിട്ട് ആ എസ് എൽ അടിച്ചു. കറക്റ്റ് ഉണ്ടോ ആ എസ് എൽ എത്ര 50 പോയിൻ്റ് എസ് എൽ വെച്ച് കറക്റ്റ് ആ 50 പോയിൻ്റ് എസ് എൽ അടിച്ചിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ അടിച്ചിട്ടില്ല. ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, നിഫ്റ്റിയിൽ ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിഫ്റ്റിയിൽ എസ് എൽ എന്ന് പറയുന്നത് ഇപ്പോൾ ബ്രേക്ക് ഇവൻ്റെ അവിടെ തന്നെ പോകുന്നത്. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യണത് ഒരു ഈ ഈ ഈ ഡേസ് ഹൈ വരെയാണ്. ഈ ഡേസ് ഹൈ വരെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാക്കാം. എന്തായാലും ബാങ്ക് നിഫ്റ്റീൻ്റെ എന്തായാലും ലോസ് ഒരു 1500 ലോസായി. ഇത് 2 ക്വാണ്ടിറ്റി ഉണ്ട്, 100 ലോട്ടാണ്. ഇതൊരു 1000 ആണ് റിസ്ക് ഉള്ളത്. അപ്പോൾ ഇതും എസ് എൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ 2500 ലോസ് വരും. അല്ലെങ്കിൽ ബ്രേക്ക് ഇവൺ എന്തായാലും ആയിരിക്കും. വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ല ഇനി. പക്ഷേ ഇത് നല്ല രീതിയിൽ മിസ്സായതോടെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് ജസ്റ്റ് ഇങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഞാൻ ചെയ്ത പ്ലാൻ കുറച്ച് മുന്നേ ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഈ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടുന്ന് എനിക്ക് സെല്ല് ചെയ്യാൻ പറ്റുമായിരുന്നു. ഈ ഇവിടുന്ന് സെല്ല് ചെയ്യാൻ പറ്റാതിരുന്നത് ഈ ഒരു ഹൈയും കൂടി ബ്രേക്ക് ചെയ്തതിൻ്റെ ശേഷം നോക്കാമെന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടാർഗറ്റ് ഓൾറെഡി അച്ചീവ് ആയിരുന്നു. നമുക്ക് എന്തായാലും നോക്കാം. ഇതിപ്പോൾ ബാക്കിയൊക്കെ കോൾ സൈഡിൽ കൂടുന്നുണ്ട്. ഇവിടെ ഒരു മൂവ്മെൻറ്റും ഇല്ല. ഇപ്പോൾ രാവിലെ ബാങ്ക് നിഫ്റ്റി ആയിരുന്നു മൂവ്മെൻ്റ് ഇല്ലാതെ നിന്നിരുന്നത്. ഇപ്പോൾ നിഫ്റ്റിയാണ് മൂവ്മെൻ്റ് ഇല്ലാതെ നിൽക്കുന്നത്. എന്തായാലും നോക്കാം. ഓക്കെ, അപ്പോൾ എസ് എൽ ഞാൻ ട്രെയിലിംഗ് എസ് എൽ വെച്ചത് ഹിറ്റായി. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മുടെ പ്ലാൻ തീരെ വർക്കായില്ല. ഇത് വന്നു റീടെസ്റ്റ് വന്നു, സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തു. പക്ഷേ സെല്ലേഴ്സിനെ താഴത്തേക്ക് വിടുന്നില്ല. എന്നാൽ ഇവിടുന്ന് സെല്ല് ചെയ്ത ആൾക്കാരെ എസ് എൽ അടിക്കാൻ വേണ്ടി മുകൾക്കും പോകണില്ല എന്നാണ് സിറ്റുവേഷൻ. പക്ഷെ കുറച്ചും ഇങ്ങോട്ടും ഇങ്ങനെ കയറി വന്നു. അപ്പം ഞാൻ ഇവിടെ എന്ത് ചെയ്തു, ഒരു പൊസിഷനും കൂടി ഞാനിവിടെ ആഡ് ചെയ്തു. ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു ലോ ഒക്കെ എത്തുമ്പോൾ വെറും ഒരു 10 പോയിൻ്റ് എസ് എൽ വെച്ചിട്ട് ഞാൻ ഒരു പൊസിഷൻ എടുത്തു. അപ്പോൾ ഇങ്ങനെ തിരിച്ച് മുകൾക്ക് പോകുമ്പോൾ ഇവിടെ കുറച്ചൊക്കെ പ്രോഫിറ്റ് കുറഞ്ഞിരുന്നു. പിന്നെ താഴത്തേക്ക് വരുമ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്തു. സെയിം നിഫ്റ്റിയിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തു. നിഫ്റ്റിയിൽ ഈ ലോ ബ്രേക്ക് ചെയ്ത് എൻ്റർ ആയത്, ഇവിടെയൊക്കെ എൻ്റർ ആയത് തിരിച്ച് വന്ന് ഇവിടെ എസ് എൽ ഒന്നും അടിക്കാതെ തിരിച്ച് മുകൾക്ക് അത്യാവശ്യം ഒരു പോയിൻ്റ് തന്നു. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 930 നിഫ്റ്റിയിൽ കിട്ടി, ഒരു 1400 ബാങ്ക് നിഫ്റ്റിയിൽ പോവുകയും ചെയ്തു. അപ്പോൾ ഓവറോൾ ഒരു -500 പ്ലസ് ഒരു ഓർഡർ എത്ര ഓർഡറാണ്, ഒരു 6 ഓർഡർ. അപ്പോൾ ഒരു 120 റുപ്പീസൊക്കെ ബ്രോക്കറേജും പോയിട്ടുണ്ടാവും. അപ്പോൾ ഒരു 600-700 അറൗണ്ട് മൈനസ് ആക്കാറ്. എന്തായാലും പോട്ടെ, ഇന്നൊരു ദിവസം സുഖമല്ല. കാരണം എന്താ പറയുക, രാവിലെ തന്നെ ഒരു ഐഡിയ ഇല്ലാത്ത പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധമില്ലാത്ത മാതിരിക്കുള്ളൊരു മൂവ്മെൻറ്റും. OIയിലും അതേപോലെ തന്നെ. OI ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ കോൾ സൈഡിലാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പുട്ട് സൈഡിലും കൂടുന്നുണ്ട്. നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ സംഭവിച്ച പോലെ കോള് മുകൾക്ക് പോകും വേണം, പുട്ട് താഴത്തേക്കും വരും വേണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഏതെങ്കിലും ഒരു ഡയറക്ഷൻ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. ഇതിങ്ങനെ മുകൾക്ക് പോകുന്നു, ഇതും മുകൾക്ക്, രണ്ടും മുകൾക്ക് പോകുമ്പോൾ ചെയ്തിട്ടില്ല. ഇതിൽ കണ്ടോ, അപ്പോൾ കോള് താഴത്തേക്ക് വരുന്നു, പുട്ട് മുകൾക്ക് വന്ന്. അപ്പോൾ നിഫ്റ്റി മുകൾക്കാണുള്ളത്. ആ ഒരു മൊമെൻ്റാണ് ഇവിടെ കണ്ടത്. ഈ നിഫ്റ്റി ഈ ലോന്ന് ഇപ്പോൾ ഈ മുകൾക്ക് ഇതുവരെ വന്നത് ആ ഒരു മൊമെൻ്റാണ്. ഈ ഒരു മൊമെൻ്റാണ് ഇപ്പോൾ അതിൽ കണ്ടത്. എന്തായാലും കുഴപ്പമില്ല. ഇന്നത്തെ വലിയ ലോസൊന്നുമല്ല. നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ ചെറിയ ലോസാണ്. അപ്പോൾ GG ബോയ്സ്.